പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് സ്വന്തം ഭവനത്തിലേക്ക് യാത്രയാകുന്ന ഗർഭിണിയായ വിക്സിയെ അങ്ങ് പ്രത്യേകമാവിധം കടാക്ഷിക്കണമേ. എല്ലാ ആശങ്കകളിലും ആകുലതകളിൽ നിന്നും ഇവളെ സംരക്ഷിക്കണമേ. സുഖപ്രസവം നൽകി ഇവളെ അനുഗ്രഹിക്കണമേ. ഇവളിൽ നിന്നും പിറക്കാനിരിക്കുന്ന ശിശു ഈ കുടുംബത്തിന് പ്രകാശവും നിധിയുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഭാഗ്യവതിയാകുന്നു. തന്മൂലം നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെ ഇരിക്കും. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, മനുഷ്യവംശത്തെ അങ്ങ് പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുകൊണ്ട് അവരെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. വേദനയോടുകൂടി നീ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന് ഹവ്വായോട് അരുളി ചെയ്തുവല്ലോ. പ്രസവ സംബന്ധമായ എല്ലാ ആകുലതകളും വേദനകളും അങ്ങയുടെ തിരുഹിതമനുസരിച്ച് സഹിക്കുവാൻ ഇവളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷാ വിഷയമായ ഇവളെ എല്ലാ അനുഗ്രഹങ്ങളാലും സമ്പന്നമാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം. ഈശോ അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഒരു സ്ത്രീക്ക് പ്രസവവേദനയുണ്ടാകുമ്പോൾ അവളുടെ സമയമായതിനാൽ ദുഃഖിതയാകുന്നു. എന്നാൽ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതിനുള്ള സന്തോഷ നിമിത്തം ആ വേദന അവൾ വിസ്മരിക്കുന്നു. അതുപോലെ ഇപ്പോൾ നിങ്ങളും ആകുലരാണ്. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും വിശ്വാസത്തോടും കൂടി പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രതീക്ഷയോടെ പ്രസവ സമയം കാത്തു കഴിയുന്ന ഈ സഹോദരിക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭയാശങ്കകളിൽ ആകുലതകളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിക്സിയെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രസവവേളയിലും പ്രസവാനന്തരവും സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണം നൽകി ഇവളെ കാത്തു വളർത്തുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവളിൽ നിന്ന് പിറക്കാൻ പോകുന്ന ശിശുവിന് ആരോഗ്യവും സൗന്ദര്യവും എല്ലാ അവയവങ്ങൾക്ക് സമ്പുഷ്ടിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവളെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പ്രത്യേക അനുഗ്രഹത്താൽ ഒരു അമ്മയായി ഭവിച്ചിരിക്കുന്ന ഇവളെ കരുണാപൂർവം കടാക്ഷിക്കണമേ. സന്തോഷവും സമാധാനവും നൽകി ഇവൾക്ക് പ്രദാനം ചെയ്യണമേ. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി എല്ലാ പ്രയാസങ്ങളിലും സഹിക്കുവാൻ ഇവൾക്ക് ശക്തി നൽകണമേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ ശിശുവായി പിറന്ന
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധൻ